Hello everyone, welcome to Edu Garnet. Edu Garnetൻ്റെ മെയിൻസ് കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കറണ്ട് അഫെയർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ എക്സാമിനേഷന് പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസാണ്. നമുക്കറിയാം, നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ആ മാസവും അതിന് തൊട്ടു മുൻപുള്ള മാസത്തിൽ നിന്നുമായിരിക്കും 70% മുകളിലുള്ള കറണ്ട് അഫെയർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസും വരുന്നത്. നമുക്കറിയാം, നമ്മളുടെ ബാങ്കിങ് എക്സാമിനേഷനുകൾക്ക് 6 മാസമാണ് കറണ്ട് അഫെയർ സെഷൻ അവർ പറയുന്നതെങ്കിലും നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന മന്ത് ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരിയിലെയും ജാനുവരിയിലെയും കറണ്ട് അഫെയർസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകേണ്ടത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളപ്പോൾ ആദ്യം തന്നെ നോക്കുന്നത് ഇത്തവണ 2024 ബഡ്ജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോകുകയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ 17ാമത്തെ ലോക്സഭയാണ് നമുക്കുള്ളത്. അപ്പോൾ 18ാം ലോക്സഭ ഇലക്ഷൻ ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നമ്മൾക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഒരു ബഡ്ജറ്റ് നമ്മളുടെ യൂണിയൻ ഗവൺമെൻറ് അവതരിപ്പിച്ചു. സാധാരണഗതിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചതുകൂടി അവർക്ക് ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ തവണ അടുപ്പിച്ച് റെക്കോർഡ് ഈ പറയുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് കിട്ടിയിരിക്കുന്നത് നമ്മളുടെ നിർമ്മല സീതാരാമനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഏറ്റവും കൂടുതൽ തവണ അടുപ്പിച്ച് നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം നമ്മളുടെ നിർമ്മല സീതാരാമന് ഉണ്ട് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷനുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പേപ്പർലെസ് ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ച അതാരാണ് എന്ന് ചോദിച്ചാൽ അതും നിർമ്മല സീതാരാമൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് GST കൗൺസിലിൻ്റെ ചെയർമാൻ പദവിയിലിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അതായത് എല്ലാ കാലഘട്ടത്തിലും GST കൗൺസിലിൻ്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ നോക്കുന്നത് ഏതെല്ലാം മിനിസ്ട്രികൾക്കാണ് നമ്മളുടെ ബഡ്ജറ്റിൽ ഫണ്ടുകൾ അനുവദിച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ചിരിക്കുന്ന മിനിസ്ട്രികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ നമ്മൾ ഏത് മിനിസ്ട്രിക്കാണ് ഫണ്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് 6.2 ലക്ഷം കോടി രൂപയാണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് നമ്മൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ 2.78 ലക്ഷം കോടി നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേക്കാണ്. അപ്പോൾ നമുക്ക് മിനിസ്ട്രി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മിനിസ്ട്രിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കൂടി നമുക്ക് പഠിക്കാം. അതായത് നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് ക്യാബിനറ്റ് മിനിസ്റ്ററുകൾ എല്ലായ്പ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയാണ്. ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് ഡിഫൻസ് മിനിസ്ട്രിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റുകളിൽ ഒന്നാണ്. അതിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എഴുതാൻ സാധിക്കും. രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യം. നമ്മൾ രണ്ടാമത്തെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ടിനാണ്, ഹൈവേക്കാണ് എന്ന് പറഞ്ഞു. ക്യാബിനറ്റ് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്നത് റെയിൽവേക്കാണ്. നമ്മളുടെ റെയിൽവേ മിനിസ്റ്റർ എന്ന് പറയുന്നത് അശ്വനി വൈഷ്ണവാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നാലാമത് കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ അഫയേഴ്സിനാണ്. കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പീയൂഷ് ഗോയലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് നമ്മളുടെ ഹോം അഫയേഴ്സ് മിനിസ്ട്രിക്കാണ്. നമുക്കറിയാം, ഹോം അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ അമിത്ഷായാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിനിസ്റ്ററാണ് അമിത്ഷാ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. BCCIയുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെ മകനെ നമ്മൾ പഠിക്കാറുള്ളതാണ്, ജയ്ഷാ എന്നുള്ള കാര്യം അതും ഓർത്തുകൊള്ളുക. ഇനി അടുത്ത നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിനാണ്. പഞ്ചായത്ത് രാജിൻ്റെയും റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയും മിനിസ്റ്റർ എന്ന് പറയുന്നത് ഗിരിരാജ് സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പിന്നീട് നമ്മൾ നൽകിയിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഷനാണ്. മനുസുഖ് മണ്ഡാവിയാണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ $250 മില്യൺ റേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ 5 വർഷത്തെ ഗ്രീൻ ബോൺസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ $250 മില്യൺ റേസ് ചെയ്യാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സാധിച്ചത്. ഈ ബോണ്ട്, അതായത് നമ്മൾ പറഞ്ഞു 5 ഇയർ ഗ്രീൻ ബോണ്ട്സ് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത്. ഈ ബോണ്ട് മെച്ചുവർ ആകുന്നത് 29 ഡിസംബർ 2028 എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എക്സാമിനേഷൻസിന് ചോദിക്കുന്നത് എത്ര രൂപ റേസ് ചെയ്തു, എന്നാണ് ഇത് മെച്ചുവർ ആകുന്നത് എന്നൊക്കെ ഉള്ളതാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ $250 മില്യൺ നമ്മൾ റേസ് ചെയ്തിരിക്കുന്നത്. ഇത് മെച്ചുവർ ആകുന്നത് 29 ഡിസംബർ 2028 എന്നുള്ള കാര്യം ഓർത്ത് കൊള്ളുക. നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ദിനേശ് കുമാർ ഖാരയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1955 ജൂലൈ 1 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് ഇംപീരിയൽ ബാങ്കാണ് റീപ്ലേസ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നാഷണലൈസ് ആയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 1070 കോടി രൂപയ്ക്ക് മസ്കോൺ ഡോക്കുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. നമുക്കറിയാം മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കമ്പനിയുമായിട്ടാണ് ഈ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 1070 കോടി രൂപയ്ക്ക് നമ്മൾ എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുന്നത്. 14 ഫാസ്റ്റ് പെട്രോൾ വെസൽസ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡിന് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ എഗ്രിമെൻറ്റിൽ നമ്മൾ ഒപ്പിടുന്നത്. എക്സാമിനേഷന് ചോദിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് 1070 കോടി രൂപയ്ക്ക് ഏത് കമ്പനിയുമായിട്ടാണ് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്ന പാറ്റേണുകൾ എന്ന് പറയുന്നത്. ഓർത്തുകൊള്ളുക, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കമ്പനിയുമായിട്ടാണ് ഇന്ത്യയുടെ ഡിഫൻസ് ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത് AI യുഗത്തിലാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ലാർജ് ലാംഗ്വേജ് മോഡൽ LLM എന്ന് പറയുന്നത് ഭാരത് GPT ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. റോവറാണ് ഈ ഭാരത് GPT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജുകളുടെ എണ്ണം എന്ന് പറയുന്നത് 22 ഇന്ത്യൻ ലാംഗ്വേജാണ്. ഈ 22 ഇന്ത്യൻ ലാംഗ്വേജുകൾ ഓരോ ഡൈവേഴ്സിറ്റികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം ഈ 22 ഇന്ത്യൻ ലാംഗ്വേജിലും കോൺവെർസേഷൻസ് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭാരത് GPT നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ ഫസ്റ്റ് ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഭാരത് GPT. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒന്നാണ്, അതായത് ഫസ്റ്റ് വിമൺ എന്ന് പറയുന്ന അപ്പോയിൻമെൻറ്റിന് വളരെ പ്രാധാന്യം നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മുടെ നിലവിലെ സെബിയുടെ ചെയർപേഴ്സണായ മാധുരി പുരി അവർ ആദ്യത്തെ വനിതയാണ് സെബിയുടെ ഈ പറയുന്ന ചെയർപേഴ്സൺ പദവി അലങ്കരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ കറണ്ട് അഫെയർ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അത് പിന്നീടുള്ള എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിച്ച ഒരു ചോദ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാധുരി പുരിയെക്കുറിച്ചല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ CISF, അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFൻ്റെ ആദ്യത്തെ വിമൻ ഡയറക്ടർ ജനറലായിട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തത് നൈന സിംഗിനെയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ജനുവരി മാസത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്ത 2 പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. സരൽ സ്വാതൻ സുപ്രീമും സ്മാർട്ട് സ്വാതൻ സുപ്രീമും, ഇത് രണ്ടുമാണ് നമ്മളുടെ SBI ലൈഫ് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സരൽ സ്വാതൻ സുപ്രീം ഒരു ഇൻഡിവിജ്വൽ നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ലൈഫ് ഇൻഷുറൻസ് സേവിംഗ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോജനകളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം സ്കീമുകൾ, യോജനകൾ എല്ലാം നമ്മുടെ എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം നമ്മളുടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നരേന്ദ്ര ദാമോദർ ദാസ് മോഡി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഒരു യോജനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് ഈ യോജനയുടെ പേര് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 1 കോടി കുടുംബങ്ങൾക്ക് ഈ സോളാർ പാനൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ നമ്മളുടെ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മളുടെ എക്സാമിനേഷൻ പാറ്റേണുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ആ മാസത്തിലും അതിന് തൊട്ട് മുമ്പുള്ള മാസത്തിലുമായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും മെജോറിറ്റി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ആ മാസവും അതിൻ്റെ തലേ മാസത്തിൽ നിന്നുമായിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ഇത് നമ്മൾ രാമക്ഷേത്രം ഉദ്ഘാടനം ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ കറണ്ട് അഫെയർ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ആർക്കിടെക്റ്റുകളെ കുറിച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യോജനയായിരുന്നു നമ്മൾ ഈ ഡിസ്കസ് ചെയ്തത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോബൽ പ്രൈസ് 2023യുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം നോബൽ പ്രൈസ് നൽകുന്നത് ഡയനാമൈറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ളത് തന്നിരിക്കുന്ന സബ്ജക്ട്സിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് നോബൽ പ്രൈസ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് നോബൽ പ്രൈസ് നൽകാത്ത സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സിലബസിൽ തരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓർത്തുകൊള്ളുക, മാത്സിന് നോബൽ സമ്മാനം നൽകാറില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ്. തന്നിരിക്കുന്ന സബ്ജക്ട്സിൽ ഏതിലാണ് നോബൽ സമ്മാനം നൽകാത്തത് എന്ന് ചോദിക്കാറുണ്ട്. മാത്തമാറ്റിക്സിന് നോബൽ സമ്മാനം ഇല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ സബ്ജക്ട്സിനാണ് നോബൽ സമ്മാനം നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ സ്കൂളിൽ പഠിച്ചു വെച്ച ഓർമ്മയ്ക്ക് വെച്ച് നമുക്ക് അത് എളുപ്പത്തിൽ മനസ്സിൽ ഓർത്ത് വെക്കാൻ സാധിക്കും. നമ്മൾ +1 +2 സയൻസ് എടുത്ത കുട്ടികൾ ഫിസിക്സ് ഉണ്ടായിരുന്നു, അതിൽ കെമിസ്ട്രി ഉണ്ടായിരുന്നു, ബയോളജി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഫിസിക്സ് എന്ന് പറയുന്ന നമ്മളുടെ നോബൽ പ്രൈസിലെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. കെമിസ്ട്രി പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇനി ബയോളജിക്ക് പകരം നമ്മൾ മെഡിസിൻ എന്ന് ഓർത്താൽ മതി. മെഡിസിനാണ് 3ാമത്തെ സബ്ജക്റ്റ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. സോ എക്കണോമിക്സിനും നമ്മൾ നോബൽ പ്രൈസ് നൽകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നിങ്ങൾ സയൻസ് സ്ട്രീമിലായാലും ഹ്യൂമാനിറ്റി സ്ട്രീമിലായാലും കൊമേഴ്സിലായാലും നിങ്ങൾക്ക് സാഹിത്യം ഉണ്ടായിരിക്കും, ലിറ്ററേച്ചർ ഉണ്ടായിരിക്കും. സോ ലിറ്ററേച്ചറിനും നോബൽ സമ്മാനം നൽകും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സമാധാനത്തിനും നോബൽ സമ്മാനം ഉണ്ട്, പീസിനും നോബൽ സമ്മാനം ഉണ്ട്. അപ്പോൾ നോബൽ സമ്മാനം നൽകുന്നത് മൊത്തം നമ്മളുടെ 3 സയൻസ് സബ്ജക്ട്സിനും വരും, പിന്നീട് എക്കണോമിക്സിന് വരും, സാഹിത്യത്തിന് വരും, സമാധാനത്തിന് വരും. 6 സബ്ജക്റ്റുകൾക്കാണ് നോബൽ സമ്മാനം നൽകുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം നമുക്ക് 2023 ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടിയത് എന്നുള്ള കാര്യം നോക്കാം. പീസിന്, സമാധാനത്തിന് നോബൽ സമ്മാനം നൽകിയത് നർഗോസ് മൊഹമ്മദിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇറാൻകാരിയാണ് ഈ നർഗോസ് മൊഹമ്മദി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ എക്കണോമിക്സിന് നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത് അമേരിക്കക്കാരിയായ ക്ലൗഡിയ ഗോൾഡിനാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഇനി നമ്മളുടെ സാഹിത്യത്തിന്, ലിറ്ററേച്ചറിന് നോർവേക്കാരനായ ജോൺ ഫോസിനാണ് നമ്മൾ നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത്. നമ്മളുടെ നോബൽ സമ്മാനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് മാക്സിമം 3 പേർക്കാണ് നമ്മൾ നൽകാറുള്ളത്. നമ്മളുടെ കെമിസ്ട്രിക്ക് നമ്മൾ നൽകിയിരിക്കുന്നത് ഇത്തവണ 3 പേർക്കാണ്. ഒന്ന് ഫ്രാൻസുകാരനായ മൗങ്കി ബവേണ്ടിയും USA-കാരനായ ലൂയിസ് ഇ ബ്രസ്സിനും റഷ്യക്കാരനായ അലക്സി എക്കിമോവിനുമാണ് നമ്മൾ കെമിസ്ട്രിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഫിസിക്സിന് നോബൽ സമ്മാനം നൽകിയിരിക്കുന്നതും 3 പേർക്ക് തന്നെയാണ്. ടുണീഷ്യക്കാരനായ പിയറി അഗോസ്തിനിക്കും ഹംഗറിക്കാരനായ ഫെറസ് കൗർസിനും നമ്മളുടെ ഫ്രാൻസുകാരനായ ആനി എൽ ഹുയിലറിനുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മെഡിസിന് നൽകിയിരിക്കുന്നത് 2 പേർക്കാണ്. ഹംഗറിക്കാരി കാറ്റാലിൻ കരിക്കോയ്ക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്കാരൻ ഡ്രൂ വെയ്സ്മാനുമാണ് നമ്മൾ ഈ മെഡിസിന് നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക.
അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ രാജ്യത്ത് പുതിയതായിട്ട് വന്ന പാർലമെൻറ്റ് മന്ദിരവും അതിൻ്റെ ആർക്കിടെക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയും അടങ്ങുന്നതാണ്. ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ലോകസഭ എന്ന് വിളിക്കുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. നമ്മളുടെ പുതിയതായിട്ട് വന്ന പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആർക്കിടെക്റ്റ് നമ്മളുടെ എക്സാമിനേഷനുകൾക്ക് ചോദിച്ച് കാണാറുണ്ട്. അത് ബിമൽ പട്ടേലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പഴയ നമ്മളുടെ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെക്കുറിച്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സെക്കൻഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ചൈനയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് നമ്മൾ $100 ബില്യൺ ട്രേഡിംഗ് ആണ് നടന്നിരിക്കുന്നത്. അതായത് അതിനകത്ത് എക്സ്പോർട്ട് വിഭാഗത്തിൽ $63.36 ബില്യൺ, നമ്മളുടെ ഇമ്പോർട്ട് വിഭാഗത്തിൽ $36.50 ബില്യൺ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ്. നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ജാനുവരിയിൽ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് പൊസിഷൻ പ്രകാരം ഇന്ത്യ ലോകത്ത് 4ാമത്തെ പൊസിഷനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 4ാമത്തെ പൊസിഷനിലേക്ക് ഇന്ത്യ എത്തുന്നത് ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ 4ാമത്തെ പൊസിഷനിലേക്ക് എത്തുന്നത്. അതായത് ഹോങ്കോങ്ങിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് $4.29 ട്രില്യൺ ആയിരുന്നു. ഇന്ത്യ അത് കവർ ചെയ്യുന്നത് ഇന്ത്യയുടെ $4.33 ട്രില്യൺ കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. നമുക്കറിയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോ ബൈഡൻ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവരുടെ കറൻസി US ആണ്. സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ചൈനയാണ്. ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ചൈനയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിറ്റി ഓഫ് സൈക്കിൾസ് എന്നറിയപ്പെടുന്ന ബെയ്ജിങ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ചൈനയുടെ കറൻസി എന്ന് പറയുന്നത് റിൻമിബിയും യുവാനുമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് ജപ്പാനാണ്. ജപ്പാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ജപ്പാൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഫ്യൂമിയോ കിഷിൻഡെ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മളുടെ ജപ്പാൻ്റെ കറൻസി എന്ന് പറയുന്നത് യെൻ ആണ്. ഇനി ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ രാജ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഹോങ്കോങ്ങിനെയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഹോങ്കോങ് എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ രാജ്യമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. അതായത് ചൈനയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു ടെറിട്ടറിയാണ്. അവർക്ക് പൂർണ്ണമായ അധികാരം ചൈന നൽകിയിട്ടില്ല. ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അധികാരം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഹോങ്കോങ്ങിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിക്ടോറിയ ആണ്. അവർക്ക് ഒരു ചീഫ് എക്സിക്യൂട്ടീവാണ് ഉള്ളത്. ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ പേര് എന്ന് പറയുന്നത് ജോൺ ലീ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഹോങ്കോങ് യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് ഹോങ്കോങ്ങിന് തന്നെയായിട്ടുള്ള ഒരു ഉണ്ട്. ഹോങ്കോങ്ങിൻ ഡോളറാണ് നമ്മുടെ ഹോങ്കോങ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ അപ്പോയിൻമെൻ്റാണ്. നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ 16ാമത്തെ ഫിനാൻസ് കമ്മീഷനെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 16ാമത്തെ ഫിനാൻസ് കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് പനഗരിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ അരവിന്ദ് പനഗരിയ. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നത് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമുക്കറിയാം നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ഒന്നാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. 2015 ജാനുവരി 1 ഈ നീതി ആയോഗ് നിലവിൽ വരുന്നത്. നീതി ആയോഗിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. പല എക്സാമുകൾക്കും ഇതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ചെയർമാന്മാരും എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ തന്നെ ആയിരിക്കും. അപ്പം നീതി ആയോഗ് 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്ക് ഇതുവരെ പ്രധാനമന്ത്രി ചേഞ്ച് ചെയ്തിട്ടില്ല. സോ നീതി ആയോഗിൻ്റെ ചെയർമാൻ, ആദ്യത്തെ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും എല്ലാം നമ്മളുടെ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
നമ്മൾ 16th ഫിനാൻസ് കമ്മീഷണറായ അരവിന്ദ് പനഗരിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനായിരുന്നു നമ്മളുടെ ഈ അരവിന്ദ് പനഗരിയ. അപ്പോൾ ഇപ്പോൾ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം അദ്ദേഹത്തിനെയാണ് നമ്മൾ 16th ഫിനാൻസ് കമ്മീഷനായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എക്സാമിനേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സ്പോർട്സിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നമ്മൾ നോക്കുന്നത് ഫിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഫിഫയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, നമ്മളുടെ ഫുട്ബോളിൻ്റെ ഫെഡറേഷനാണ് ഈ ഫിഫ എന്ന് പറയുന്നത്. ഫിഫ എല്ലാ വർഷവും ബെസ്റ്റ് സ്പോർട്സ് പ്ലെയർ അല്ലെങ്കിൽ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ് എന്നുള്ളത് കൊടുക്കാറുണ്ട്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ അവാർഡ് കൊടുക്കാറുണ്ട്. ഈ അവാർഡിന് നമ്മൾ പറയുന്നത് ഫിഫ ബാലൻഡിയർ അവാർഡ് എന്നാണ്. സോ 2023 ഫിഫ ബാലൻഡിയർ അവാർഡ് ഗേൾസിൽ കൊടുത്തത് ഐറ്റിന ബോൺമാറ്റിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്പാനിഷ് താരമാണ് ഈ ഐറ്റിന ബോൺമാറ്റി. സ്പാനിഷ് ബാഴ്സലോണ പ്ലെയർ ആണ്. സ്പെയിൻ്റെ നാഷണൽ പ്ലെയർ കൂടിയാണ് ഐറ്റന ബോൺമാറ്റി. ബോയ്സിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ അർജൻറ്റീനൻ താരം ലയണൽ മെസ്സിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ലയണൽ മെസ്സി. സോ ലയണൽ മെസ്സിക്കാണ് ഈ കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയർ അവാർഡ് ബോയ്സിൽ നിന്ന് കിട്ടിയത്. ഗേൾസിൽ ഐറ്റാന ബോൺമാറ്റിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഫിഫയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫിഫ 1904 ഫിഫ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫിഫയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗിയാനി ഇൻഫാന്റിനോ ആണ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ബാങ്കിങ് എക്സാമിനേഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ആണ് ബുക്സിൻ്റെ പേര് നൽകിയിട്ട് ഇത് ഏത് ഓതറാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ഓതറിൻ്റെ പേര് നൽകിയിട്ട് റീസെൻ്റ് ആയിട്ട് അവർ ഏത് ബുക്കാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ബ്രേക്കിംഗ് ദ മോൾഡ് റീഇമേജിങ് ഇന്ത്യാസ് എക്കണോമിക് ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് 2 ആളുകളാണ്. ഒരാളുടെ പേര് എന്ന് പറയുന്നത് ലോഹിത് ലാംബയാണ്, മറ്റേയാൾ രഘുറാം രാജനാണ്. രഘുറാം രാജനെക്കുറിച്ച് നമുക്കറിയാം, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമുക്കറിയാം നമ്മളുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന, ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്ന മുംബൈയിലെ ഹെഡ് ക്വാർട്ടേഴ്സുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് നമ്മളുടെ രഘുറാം രാജൻ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ സംഘടനയാണ് ബ്രിക്സ്. ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ്. ഈ 2023 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഉച്ചകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ബ്രിക്സ് പുതിയതായിട്ട് 5 രാജ്യങ്ങൾക്ക് കൂടി മെമ്പർഷിപ്പ് നൽകാൻ തീരുമാനിച്ചു. അതായത് നിലവിലെ സാഹചര്യത്തിൽ ബ്രിക്സിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ നമുക്ക് ആ ബ്രിക്സ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്നുള്ളത്. അതായത് അതിൻ്റെ ഫൗണ്ടിങ് നേഷൻസ് എന്നറിയപ്പെടുന്ന ഫൗണ്ടർ നേഷൻസ് ആയ ഒന്ന് നമ്മളുടെ ബ്രസീൽ, B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ ആൻഡ് C ഫോർ ചൈന. S സൗത്ത് ആഫ്രിക്കയുടെയാണ്. അത് അവസാനമായിട്ട് നമ്മളുടെ ബ്രിക്സിലേക്ക് കടന്നു വന്ന രാജ്യമായിരുന്നു സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ആ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു നമ്മൾ ഇത്തവണത്തെ ഉച്ചകോടി നടത്തിയത്. 5 രാജ്യങ്ങൾക്ക് മെമ്പർഷിപ്പ് നൽകാൻ വേണ്ടിയാണ് ബ്രിക്സ് 2023 തീരുമാനിച്ചിരിക്കുന്നത്. ഒരു രാജ്യമെന്ന് പറയുന്നത് നമ്മളുടെ ഈജിപ്റ്റാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മറ്റൊരു രാജ്യം എത്തിയോപ്യയും ഇറാനും സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇവരുടെ ക്ഷണം നിരസിച്ചിട്ടുമില്ല, എന്നാൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുമില്ല. ബാക്കി രാജ്യങ്ങളെല്ലാം ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 9 അംഗരാജ്യങ്ങളാണ് ബ്രിക്സിനുള്ളത്. സൗദി അറേബ്യ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിയാദാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2023 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ഇത്തവണത്തെ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് നൽകിയതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നോൺ വയലൻസ് സൊല്യൂഷൻ കണ്ടുപിടിച്ച 2 പ്രധാനപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ ഈ പറയുന്ന ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് നൽകിയിരിക്കുന്നത്. ഒരാളുടെ പേര് എന്ന് പറയുന്നത് അലി അബു അവാദും ഡാനിയൽ ബാരൻ ബീമുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇൻട്രാക്റ്റീവ് ഫോറം ഓൺ ഇന്ത്യൻ എക്കോണമി IFIE ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ചോദിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഈ അവാർഡിൻ്റെ പേര് നൽകിയതിന് ശേഷം അവാർഡ് ആർക്കാണ് നൽകിയത് എന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഏത് കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ എക്സാമിനേഷൻസിന് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആർക്കാണ് ഈ അവാർഡ് കിട്ടിയത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ ഇൻട്രാക്റ്റീവ് ഫോറം ഓൺ ഇന്ത്യൻ എക്കോണമി ചാമ്പ്യൻസ് ഓഫ് ചേഞ്ച് അവാർഡ് ഇത്തവണ നൽകിയിരിക്കുന്നത് ബിപിൻ ചന്ദ്രയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ ബിപിൻ ചന്ദ്ര എന്ന് പറയുന്നത് ഇസിയ സോഫ്റ്റ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തെക്കുറിച്ചാണ്. 2025 മുതൽ അവരുടെ എയർ പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗ്രീൻ ടാക്സ് മേടിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡെൻമാർക്കിൻ്റെ കറൻസി എന്ന് പറയുന്നത് ക്രോണാണ്. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോപ്പൻഹാഗൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 സ്പേസ് ദൗത്യങ്ങളാണ്. ഇന്ത്യയുടെ സ്പേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO 2023 പ്രധാനപ്പെട്ട 2 ദൗത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ആദിത്യ L1. ആദിത്യ L1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് ഈ പറയുന്ന നമ്മളുടെ ആദിത്യ L1. ഇന്ത്യ സൂര്യനിലേക്ക് ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നടത്തിയ ദൗത്യമാണ് ആദിത്യ L1. മറ്റൊന്ന് ചന്ദ്രയാൻ 3 ആണ്. നമുക്കിടെ ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്ര പരിവേഷണമാണ് ചന്ദ്രയാൻ 3 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചന്ദ്രയാൻ 3 ആദ്യം നോക്കാം. ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളുടെ വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ആണ്. ശ്രീഹരിക്കോട്ടയിലാണ് ഈ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വിക്ഷേപണ വാഹനം LV-M3 M4 ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചന്ദ്രയാൻ 3 ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം എന്ന് പറയുന്നത് 2023 ഓഗസ്റ്റ് 5 എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നമ്മളൊരു പേര് നൽകി. ഈ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിനേഷൻസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ശിവശക്തി പോയിന്റ് എന്നാണ് നമ്മൾ പേര് നൽകിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ചന്ദ്രയാൻ 3ൻ്റെ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലത്തിന് നമ്മൾ നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. ഇനി നമുക്കറിയാം, ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രപ്രവേശനമാണ് ചന്ദ്രയാൻ 3 എന്നുള്ളത്. ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം എന്ന് പറയുന്നത് തിരങ്കയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡർ തകർന്നു വീണത് തിരങ്കയിൽ വെച്ചാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആദിത്യ L1നെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്, ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വിക്ഷേപണ വാഹനം PSLV ZY-7 ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് നിഗർ ഷാജിയാണ്. മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് SR ബിജു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത് S സോമനാഥാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഒബിച്ചറി വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്ക് എല്ലാ എക്സാമിനേഷൻസിനും ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒബിച്ചറി വിഭാഗത്തിലാണ്. അപ്പോൾ ഈ വർഷം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മരിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഫാത്തിമ ബീവി ആണ്. ഫാത്തിമ ബീവി ഒരു മലയാളിയാണ്. ഫാത്തിമ ബീവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹയസ്റ്റ് അപ്പെക്സ് കോർട്ട് എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജിയായ ആദ്യത്തെ വനിതയാണ് നമ്മളുടെ ഫാത്തിമ ബീവി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സോ ഫസ്റ്റ് വിമൻ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഫാത്തിമ ബീവിയാണ്. നമ്മളുടെ ഫാത്തിമ ബീവി തമിഴ്നാടിൻ്റെ ഗവർണർ ആയിട്ടുണ്ട്. സോ തമിഴ്നാടിൻ്റെ ഗവർണറായ ആദ്യത്തെ വനിത എന്നുള്ളതും നമ്മളുടെ ഫാത്തിമ ബീവി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇതോടുകൂടി എഡു ഗാർനറ്റിൻ്റെ കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.